ഹായ്, നമുക്കിന്നൊരു ബ്രഹ്മലേഹി ഉണ്ടാക്കി നോക്കിയാലോ. 150 ഗ്രാമോളം ശർക്കര എടുത്തിട്ട് അതിൻ്റെ പാനി ഉണ്ടാക്കുക. അതിലേക്ക് ഒരു തേങ്ങയുടെ 1/4 പാല് ചേർത്തിട്ട് തിളയ്ക്കും വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. തിളച്ച് ഒരുവിധം കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടിയോളം ബ്രഹ്മിയുടെ ഇല എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്ത് അതിൻ്റെ നീരെടുക്കുക. അരച്ചെടുത്ത നീര് നമുക്ക് കുറുകി വന്ന ശർക്കര പാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഒരുവിധം നല്ലോണം കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി കുറുക്കിയെടുത്ത ശേഷം അതിലേക്ക് അവസാനമായിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. ആരോഗ്യപ്രദവും രുചിപ്രദവുമായ ബ്രഹ്മലേഹി അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.